മോക്ക് പോൾ കഴിഞ്ഞ് ക്ലിയർ ചെയ്ത ആക്ച്വൽ പോളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇത് സീൽ ചെയ്യണം. ഇത് സീൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്ത് കൺട്രോൾ യൂണിറ്റ് ഡിസ്കണക്ട് ചെയ്യാം. റിയർ കമ്പാർട്ട്മെൻറ്റ് തുറന്ന് നേരത്തെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത സ്വിച്ച് ഓഫ് ചെയ്തു. ഈ രണ്ട് ലാച്ചസിനെയും പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതിനെ പുറത്തേക്ക് വലിച്ചാൽ അത് തുറന്നു വരും. ഡിസ്കണക്ട്. പോളിംഗ് സ്റ്റേഷനിൽ നമുക്ക് ആകെ സീൽ ചെയ്യേണ്ടുന്നത് കൺട്രോൾ യൂണിറ്റ് മാത്രമാണ്. ഒരു ഗ്രീൻ പേപ്പർ സീൽ, ഇങ്ങനെയൊരു ഗ്രീൻ പേപ്പർ സീൽ ഉണ്ടാവും. ഇതിൻ്റെ ഈ ഭാഗത്ത് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ലോഗോയുണ്ട്. അവിടെ എ എന്നും സി എന്നും എഴുതിയിരിക്കും. മറുവശം ബി എന്നും ഡി എന്നും എഴുതിയിരിക്കും. ഇവിടെ ഇതിൻ്റെ സീരിയൽ നമ്പർ ഉണ്ടാവും. ഈ സീരിയൽ നമ്പർ അടുത്തായിട്ട് പ്രിസൈഡിംഗ് ഓഫീസറും വില്ലിംഗ് ആയിട്ടുള്ള പോളിംഗ് ഏജന്റുമാരെ കൊണ്ടും ഒപ്പിടിക്കണം. ഒപ്പിടിച്ചിട്ട് ഇത് കടത്തുമ്പോൾ ഇതിൻ്റെ ഈ പിൻഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദി സീൽസ് ടു ബി ഇൻസേർട്ടഡ് വിത്ത് ദ ആരോ പോയിന്റിംഗ് ടുവേർഡ്സ് ദ ഡിസ്പ്ലേ ഓഫ് ദ കൺട്രോൾ യൂണിറ്റ്. അതിൽ ദിസ് ഡോട്ടർ ലൈൻ ഷുഡ് അലൈൻ വിത്ത് അപ്പർ എഡ്ജ് ഓഫ് ദ ഔട്ടർ ലിഡ് ഓഫ് റിസൾട്ട് സെക്ഷൻ. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ കടത്തുന്നു. അങ്ങനെ ഇതിലൂടെ കടത്തിയെടുത്ത് ഈ ലൈനാണ് ഇതിൻ്റെ ഔട്ടർ കവറിൻ്റെ അപ്പർ എഡ്ജുമായിട്ട് അലൈൻ ചെയ്യാത്ത വിധത്തിൽ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ക്ലോസ് ചെയ്തിട്ട് ഈ ഡോറ് നമ്മൾ ഇവിടെ സീൽ ചെയ്യും. അതിന് നമ്മൾ ഒരു ട്രെയിൻ നൂല് ഈ ഹോളിലൂടെ കടത്തി ആ ഡോറ് വളരെ ഇൻടാക്റ്റ് ആയിട്ട് കെട്ടി അതിൻ്റെ അഗ്രഭാഗത്ത് ഒരു കെട്ടും കൂടെ. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ ടാഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് സ്പെഷ്യൽ ടാഗ്. ഈ സ്പെഷ്യൽ ടാഗിൽ ഈ ഭാഗത്ത് അതിൻ്റെ നമ്പറുണ്ട്, CU നമ്പർ എഴുതണം. അതിന് താഴെ ഇതിൻ്റെ നമ്പർ പ്രിന്റഡ് ആയിരിക്കും. CUൻ്റെ നമ്പർ അവിടെ എഴുതണം. അത് എഴുതി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മറുവശത്ത് സിഗ്നേച്ചേഴ്സ് ഇവിടെ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടണം. ഈ വില്ലിംഗ് ആയിട്ടുള്ള ഏജന്റുമാരെ കൊണ്ടും അവിടെ ഒപ്പിടിക്കണം. ഒപ്പിടിച്ചിട്ട് ആ സ്പെഷ്യൽ ടാഗ് ഇതിൽ കിട്ടും. കേട്ടോ, ഈ കെട്ട നമ്മൾ സീൽ ചെയ്യാം. ഈ സീൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായി ഒരു കാര്യം ഓർക്കണം. ഒരു കാരണവശാലും മോൾട്ടൺ വാക്സ് ഈ മെഷീൻ്റെ പുറത്ത് വീഴരുത്. അത് മെഷീൻ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാർഡ്ബോർഡ് കഷണത്തിൻ്റെ പുറത്ത് ഒരു കാർഡ്ബോർഡ് പീസ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ കാർഡ്ബോർഡ് പീസിന് പുറത്ത് വെച്ച് മാത്രമേ ഇത് സീൽ ചെയ്യാവൂ. എന്നിട്ട് ഈ സ്പെഷ്യൽ ടാഗ് ഇതിനുള്ളിലേക്ക് കടത്തി വെക്കണം. കടത്തി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഇവിടെ ഒരു വെട്ടുണ്ട്, അത് ഇതിന് നേരെ വരണം. അതിൽ ഈ ക്ലോസ് ബട്ടൺ, ഇതിൻ്റെ മധ്യഭാഗത്തുള്ള ഈ ദ്വാരത്തിലൂടെ ഈ ക്ലോസ് ബട്ടൺ പുറത്ത് കാണത്തക്ക വിധത്തിൽ വേണം നമ്മൾ ഈ സ്പെഷ്യൽ ടാഗ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെക്കാൻ. കടത്തി വെച്ചിട്ട് ഈ ഗ്രീൻ പേപ്പർ സീലുകൾ വീണ്ടും തുറന്ന് ഇതിന് പുറത്ത് നിൽക്കാത്ത വിധത്തിൽ വെച്ചിട്ട് ഈ ഔട്ടർ കവർ അടയ്ക്കും. ഔട്ടർ കവർ അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഔട്ടർ ഡോറിൻ്റെ ഈ ഭാഗത്ത് ഹോളുണ്ട്. ആ ഹോളിലൂടെ ഒരു ട്രെയിൻ നൂല് കടത്തി അതും സീൽ ചെയ്യും. ഔട്ടർ ഡോറ് സീൽ ചെയ്യും. അതിൻ്റെ അഗ്രഭാഗത്ത് ഒരു കെട്ടുകൂടെ ഇട്ട് അവിടെ ഈ വിവരങ്ങളെല്ലാം പൂരിപ്പിച്ച ഒരു അഡ്രസ് ടാഗ് അതിനകത്ത് ആ നൂലിൻ്റെ അറ്റത്ത് കെട്ടി ആ അഡ്രസ് ടാഗിൻ്റെ ഈ കെട്ടും സീൽ ചെയ്യാം. ഈ അഡ്രസ് ടാഗിനെ ഈ കൺട്രോൾ യൂണിറ്റിൻ്റെ പിൻഭാഗത്ത് വെച്ച് സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കും. ഇവിടെ നേരത്തെ ആ റിട്ടേണിംഗ് ഓഫീസർ ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ടാവും. അതിന് സമീപത്തായിട്ട് ഈ അഡ്രസ് ടാഗ് വെച്ച് നമ്മൾ അതിന് സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കും.
ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ പേപ്പർ സീലിലേക്ക് പോവുകയാണ്. അതായത് ഇവിടെ നമ്മൾ ഈ ഗ്രീൻ പേപ്പർ സീലും ഇതിനെ വേറൊരു ഈ സീലിൽ ഇവിടെ SECK എന്ന ഇതിൻ്റെ നമ്പർ ഉണ്ടാവും. അതായത് ഈ സ്ട്രിപ്പ് സീലിൻ്റെ നമ്പർ ഉണ്ടാവും. ഇവിടെ ഇങ്ങനത്തെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ലോഗോയുണ്ടാവും. ലോഗോയുടെ തൊട്ടടുത്ത് കുറച്ച് വെളുത്ത പ്രതലം ഉണ്ടാവും. അവിടെയാണ് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടേണ്ടത്. അവിടെ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടുകയും വില്ലിംഗ് ആയിട്ടുള്ള ഏജന്റുമാരെ കൊണ്ട് ഇനി ഇവിടെ അല്ല ഇങ്ങോട്ട് വേണമെങ്കിലും ഒപ്പിടാം, അങ്ങനെ ഒപ്പിടുകയും ചെയ്യണം. എന്നിട്ട് ഇതിൽ ഒരു ഭാഗത്ത് Aയും Bയും എഴുതിയിട്ടുണ്ടാവും, മറുഭാഗത്ത് അതിൻ്റെ മറുവശത്ത് C എഴുതിയിട്ടുണ്ടാവും, മറ്റേ അഗ്രത്തിൽ Dയും എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് ഇത് നമ്മൾ സീൽ ചെയ്യാണ്. ഇത് സീൽ ചെയ്യാനായിട്ട് ഈ A ഇവിടെ വലതുകത്തിൽ നമ്മൾ വെക്കണം. ഈ A ഇവിടെ വെക്കുമ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഇവിടെ A ഉണ്ട്. ഈ Aയും കൂടെ ഒട്ടിക്കുക. ഇവിടെ ഇതിനകത്ത് വാക്സ് പേപ്പറാണ്, ഇത് പ്രീഗംഡ് ആണ്. അതിനകത്ത് അതിൻ്റെ പുറത്ത് വാക്സ് പേപ്പർ ഉണ്ടാവും. വാക്സ് പേപ്പർ ഇളക്കി കഴിഞ്ഞ് നമുക്ക് അതിനെ ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ Aയും കൂടെ ഒട്ടിച്ചു. അത് കഴിയും അപ്പോഴേക്കും ഇവിടെ B പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവും. ആ Bയും ഈ Bയും കൂടെ ഒട്ടിക്കാം. Bയും കൂടെ ഒട്ടിക്കുമ്പോഴേക്കും മറുവശത്ത് C വന്നപ്പോൾ ഇത് കാണാൻ പറ്റും. ഈ C കാണുമ്പോൾ ഈ Cയും കൂടെ ഒട്ടിക്കും. അപ്പോഴേക്കും ഇവിടെ D ആയി. ഈ Dയും കൂടെ ഒട്ടിക്കാനായിട്ട് ഈ സ്ട്രിപ്പ് സീലിന് ഈ ഇതിൻ്റെ ചുറ്റുമായിട്ട് ഈ കൺട്രോൾ യൂണിറ്റിനെ ചുറ്റിയെടുത്ത് തിരിച്ച് ഇവിടെ വരുമ്പോൾ ഈ ഭാഗത്ത് D നമുക്ക് കാണാൻ പറ്റും. ഈ Dയും കൂടെ ഒട്ടിക്കും. Dയും കൂടെ ഒട്ടിക്കുമ്പോൾ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ലോഗോയും പ്രത്യക്ഷമാവും. ഇവിടെ നേരത്തെ ഇട്ട ഒപ്പുകൾ പ്രത്യക്ഷമാവും. ഈ നമ്പറുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കൺട്രോൾ യൂണിറ്റ് നമ്മൾ പൂർണ്ണമായും സീൽ ചെയ്ത് കഴിഞ്ഞു. ഈ സീൽ ചെയ്തിട്ട് വേണം നമ്മൾ ആക്ച്വൽ പോളിലേക്ക് പോകാൻ. ആക്ച്വൽ പോൾ തുടങ്ങുന്നതിന് മുമ്പ് മെഷീൻ സീൽ ചെയ്ത് കഴിഞ്ഞ് ഇത് വീണ്ടും റീകണക്ട് ചെയ്യുക. ബാലറ്റ് യൂണിറ്റുകൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ആക്ച്വൽ പോൾ തുടങ്ങാം. ബാലറ്റ് യൂണിറ്റുകളെല്ലാം തന്നെ നമ്മൾ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിനകത്തും ഈ കൺട്രോൾ യൂണിറ്റ് നമ്മുടെ തേർഡ് പോളിംഗ് ഓഫീസറുടെ മേശപ്പുറത്തുമായിരിക്കും ഉണ്ടാവുക. ആക്ച്വൽ പോൾ ആരംഭിച്ചു. ആക്ച്വൽ പോളിന് ഇടയ്ക്കിൽ നമ്മൾ ഈ കമാൻഡ് കൊടുക്കുന്നു. ഇതിനിടയ്ക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ടോട്ടൽ എടുക്കാം. നമുക്ക് പോൾ പെർസെൻറ്റേജ് എടുക്കാനായിട്ട് വിവരങ്ങൾ ചോദിക്കും. അപ്പോൾ നമുക്ക് ആകെ ചെയ്ത വോട്ടുകളുടെ എണ്ണം എടുക്കാനായിട്ട് ഈ ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ടോട്ടൽ എടുക്കാം. പക്ഷേ അത് ഈ ബാലറ്റിനെയോ അല്ലെങ്കിൽ നമ്മുടെ പോൾ പ്രോസസ്സിനെ ബാധിക്കുന്നതല്ല. നമ്മൾ വീണ്ടും ബാലറ്റ് കമാൻഡ് കൊടുത്തു ഇത് ചെയ്യുന്നു. ആക്ച്വൽ പോൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ആക്ച്വൽ പോൾ തീർന്നതിന് ശേഷം പോൾ ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ക്ലോസ് ബട്ടണിൻ്റെ മുകളിലുള്ള ഈ ലിഡ് തുറക്കുക. ലിഡ് തുറക്കുമ്പോൾ നമുക്ക് അതിനകത്തൂടെ ക്ലോസ് ബട്ടൺ നമുക്ക് വിസിബിൾ ആയിരിക്കും. ആ ക്ലോസ് ബട്ടൺ വിരൽ കടത്തി ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്യും. ആക്ച്വൽ പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിനെ മെഷീൻ ഡിസ്കണക്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് അതാതിൻ്റെ കാരിയിങ് കേസുകളിലേക്ക് മാറ്റണം. കൺട്രോൾ യൂണിറ്റിൻ്റെ കാരിയിങ് കേസിലേക്ക് വെക്കുന്നു. ഇവിടെ നമ്മൾ അഡ്രസ് ടാഗ് കെട്ടി അഡ്രസ് ടാഗ് സീൽ ചെയ്ത് ഈ ഇതിനെ നമ്മൾ മാറ്റുന്നു. ഇതോടൊപ്പം ഇതുപോലെ തന്നെ ഈ 2-3 ബാലറ്റ് യൂണിറ്റുകളും അതാതിൻ്റെ കാരിയിങ് കേസുകളിലേക്ക് വെച്ച് സീൽ ചെയ്ത് നമ്മൾ റിട്ടേണിംഗ് ഓഫീസറെ തിരിച്ചേൽപ്പിക്കും. കൺട്രോൾ യൂണിറ്റും എല്ലാ ബാലറ്റ് യൂണിറ്റുകളും അതാതിൻ്റെ കാരിയിങ് കേസുകളിലേക്ക് വെച്ചു. അഡ്രസ് ടാഗ് കെട്ടി സീൽ ചെയ്തു. ഇതിനെ നമ്മൾ റിസീവിംഗ് സെൻറ്ററിൽ ഏൽപ്പിക്കുന്നു. അവിടെ നിന്ന് ഇതിനെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നു കൗണ്ടിങ് വരെ. അപ്പോൾ ഈ പോൾ പ്രോസസ്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.